നമ്മൾ സർവൈവൽ സീരീസിൻ്റെ 4ാമത്തെ എപ്പിസോഡായിട്ട് കളിക്കാൻ പോവാണ്. ഇന്ന് എനിക്ക് മെയിനായിട്ട് ഒരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് റിസോഴ്സൊക്കെ കളക്ട് ചെയ്യണം. ആ മിക്കവാറും ഞാൻ റെക്കോർഡിങ് സ്റ്റോപ്പ് ആക്കിയിട്ടേ ചെയ്യത്തുള്ളൂ. വീഡിയോയ്ക്ക് ലെങ്ത് ഞാൻ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ട് നല്ല കൂടുതലാവുന്നതുകൊണ്ട് ഞാനത് ഓഫ് ക്യാമറ ചെയ്തോളാം. അപ്പോൾ ഞാനത് ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഫ്രൂട്ട്സ് ട്രീ ഇവിടെ വളർന്നു, ഒരെണ്ണം വളർന്നിട്ടുള്ളൂ. അപ്പോൾ ഇത് തന്നെ വെട്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. സാപ്പിളും കിട്ടിയിട്ടുണ്ട്. സോഡും ഒരു പുതിയ ആക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ വളർന്നു. രണ്ടാമത്തെ ചീവട വലുപ്പുണ്ട്. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലൊരു സ്റ്റാർട്ടിങ് ആണ്. ഇതുപോലെ തന്നെ അവസാനം വരെ പോയാൽ മതിയായിരുന്നു. ഓക്കെ, ഇതിനുള്ളിൽ നമുക്ക് കോപ്പർ ആക്സ് ഉണ്ടാക്കാം. കോപ്പർ ആക്സിന് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടെന്ന് തോന്നുന്നു. കടത്തി 2 സ്റ്റിക്കും ഉണ്ട്. ഒരു കോപ്പർ ആക്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് മരം വെട്ടാം. അപ്പോൾ കേട്ടത് ഈ സ്റ്റോൺ ആക്സ് പൊട്ടാൻ വേണ്ടി മൈൻ ചെയ്യാം. ഇത് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് കോപ്പർ ആക്സ് ഇരിക്കാം. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വെട്ടി പോകണം. അതുപോലെ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറക്കി വെട്ടി പോകണം. നമ്മളപ്പോൾ 8 ഡേയ്സായി നമ്മൾ ഈ വേൾഡ് സർവേ ചെയ്തിട്ട് ഇതായിട്ട് നമ്മൾ ഡൈ ആയിട്ടില്ല. അതുപോലെ തന്നെ പോകാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കുറേ ദിവസം. നോക്കാം. എനിക്ക് പിന്നെ ഒരു മൈനിങ് ഏരിയ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. എല്ലാം ഉണ്ട്. നോക്കാമൊക്കെ മെല്ലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും ധൃതി പിടിച്ച് കളിക്കുന്നില്ല. ഞാൻ മെല്ലെ കളിക്കത്തുള്ളൂ. ചിലപ്പോൾ 4, 5, 6, 8 എപ്പിസോഡൊക്കെ ചിലപ്പോൾ ഞാനിത് ഈ സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കി തീരുമ്പോൾ അതൊക്കെ ക്ഷമിക്കണം. ഞാൻ അങ്ങനെ മെല്ലെ കളിച്ച് പോകാൻ വേണ്ടി നോക്കുന്നതാണ്. ഇങ്ങനെ നടുവി വന്നിട്ട് ഇങ്ങനെ വെട്ടിപ്പോയാൽ മതി. അപ്പോൾ നമുക്ക് ഞാൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് പോകണം. നമുക്ക് രണ്ടാമത്തെ ട്രീയും കൂടി ഉണ്ട്, അത് വെട്ടണം. അപ്പോൾ തുടക്കത്തിൽ തന്നെ നല്ലോണം കിട്ടി. ഇനി നമുക്ക് കുറച്ച് സ്റ്റോണൊക്കെ വേണം. അവിടെ ഈ സ്റ്റോൺ കട്ടർ ഉള്ളതുകൊണ്ട് നമുക്ക് അതൊന്നും അങ്ങനെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സ്റ്റോണിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അത് ചെയ്യണം. പെട്ടി ഒന്നും കൂടെ തുറന്ന് നോക്കണം. ഞാൻ നോക്കാൻ മറന്നു. ഇപ്പം നമ്മളെപ്പോഴും ഇവിടെ വന്നുകൊണ്ട് ഇപ്പോൾ റീസ്പോൺ ഏത് സമയം ഇവിടെ എവിടെയെങ്കിലും സെറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ സ്പോണിൽ നിന്ന് 1000 ബ്ലോക്ക് ഡിസ്റ്റൻസിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും വീട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ തിരിച്ച് നേരെ 1000 ബ്ലോക്ക് അപ്പുറത്ത് വീഴും. പിന്നെ അവിടെ നിന്ന് നടന്നു വരണമെങ്കിൽ നല്ല പണിയായിരിക്കും. അതുകൊണ്ട് മാക്സിമം റീസ്പോൺ സെറ്റ് ചെയ്ത് തന്നെ പോകും. അപ്പോൾ കയ്യിൽ കുറേ ബെഡ് വെച്ച് നടക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഇൻവെൻട്രി സ്പേസ് പോവും. അപ്പോൾ നമുക്ക് അതൊക്കെ എന്താണെന്ന് നോക്കാം. അപ്പോൾ നോക്കാം. ഇങ്ങനെ വെട്ടി ഞാൻ കോബിൾ സ്റ്റോൺ മൈൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അയൺ കിട്ടാൻ വേണ്ടിയുള്ള സ്ട്രിപ്പ് മൈനിൽ കൂടെ നമുക്ക് സ്ട്രിപ്പ് മൈനിന് പോകാൻ അയണ് കിട്ടാൻ വേണ്ടി ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. നമുക്ക് കോബിൾ സ്റ്റോൺ കിട്ടും. കോബിൾ ഡീസ്ലൈറ്റ് ആണെങ്കിൽ ഞാൻ ഡയമണ്ട് മൈനിങ് പോകാം. പക്ഷെ അവിടെ വരെ കുഴിച്ചെത്തണേ നല്ല പണി. ഇങ്ങനെ സ്റ്റെപ്പൊക്കെ വെച്ച് പോകണമെങ്കിൽ അല്ലെങ്കിൽ കുറേ മരം വെട്ടി. ഇപ്പോൾ കുറേ വുഡൊക്കെ ഉണ്ട്, എന്നാലും കുറേ മരം വെട്ടണം.
വെട്ടി അത് കുറേ ലാഡർ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ വൻ പണിയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം സ്റ്റെപ്പ് വെച്ച് പോകാൻ പറ്റുമോ നോക്കാം. നമ്മളിപ്പോൾ വൈ ലെവലാണ്, നല്ല എന്താ ഹൈയിലാണ് നിൽക്കുന്നത്. വൈ ലെവൽ 75, 76 നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ എന്താ ഡീപ് സ്ലേറ്റ് വരെ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല സമയം എടുക്കും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന്. കുറേ കിട്ടി. എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാം. 15 എണ്ണമായി. ഇപ്പോൾ മാക്സിമം എത്ര വീഴുന്നുണ്ടെന്ന് നോക്കാം. ഇത് ഇന്നലെ നമ്മൾ ചുമ്മാ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നമുക്ക് പൊട്ടിച്ചളയുക, ഇത് ആവശ്യമില്ല. ഇതിപ്പോൾ ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചാൽ ഉണ്ടാക്കുവാണെങ്കിൽ ഇതിപ്പോൾ വില്ലേജറിൻ്റെ ഹൗസ് തന്നെയായിരിക്കും. അതുകൊണ്ട് നമുക്കത് വേണ്ട. നമ്മൾ ഇന്നലെ അവിടെ നോക്കിയപ്പോൾ ആകെ 2 ലൈബ്രറിമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അവരെ രണ്ടുപേരും ആ ഹൗസിൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്ത് ആണെന്നാണ് തോന്നുന്നത്. ഒന്നും കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെയൊക്കെ ഒരു കേവ് പോലെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ പോയി നോക്കാം. അതിൻ്റെ ഉള്ളിലുണ്ട്. 2 പേരുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ എന്താ ഈ ഫ്യൂച്ചറിൽ നമുക്ക് എന്താ ഒരു വില്ലേജർ വീടർ ഉണ്ടാക്കണം. ഈ 2 ലൈബ്രറിമാർ മാത്രം ഇവിടെ ഉള്ളെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് സുഖമായി. നമുക്കിങ്ങനെ എന്താ വേറെ 150 ബ്ലോക്ക് ദൂരത്തേക്കൊന്നും പോകണ്ട. പക്ഷേ ഇനി അവിടെ വേറെ വില്ലേജസ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. എനിക്ക് തോന്നുന്നു അവർ 2 പേര് മാത്രമേ അവിടെ ഉള്ളൂ എന്നാണ്. അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. എല്ലാ ബെഡും പൊട്ടിച്ചൊന്ന് എടുത്ത് വെച്ച് കൊടുത്താൽ മതി. ബെഡ് റോക്കി കളിക്കുന്നതുകൊണ്ട് അവർ ഈ ബെഡ് എത്രയാണോ ഉള്ള അത്രയ്ക്ക് ചെയ്യത്തുള്ളൂ. ജാവയാണെങ്കിൽ 3 ബെഡ് മതിയായിരുന്നു. ഇതിപ്പോൾ ജാവയൊന്നും വാങ്ങിക്കാൻ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ബെഡ് റോക്ക് തന്നെയാണ് കളിക്കുന്നത്. കുറേ സാപ്പിളിങ് പിന്നെയും വീട് കിടപ്പുണ്ട്. നമുക്ക് ഇതൊക്കെ എന്താ പിന്നെ വീഡിയോ കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ ഒട്ടുമിക്ക എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കാം. ഇപ്പോൾ ഉള്ള ഈ 6 സബ്സ്ക്രൈബേഴ്സ് മാത്രം അതിൽ തന്നെ പോവുകയാണെങ്കിൽ ചിലപ്പോഴൊക്കെ വീഡിയോ ഇടുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഞാൻ പെട്ടെന്ന് വീഡിയോ ഇടുകയും നല്ല കണ്ടൻറ്റൊക്കെ ഇടാൻ നോക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ മരം വെട്ടുന്നു, എന്നിട്ട് ആ ലീഫ് ഡീസ്പോണായിട്ട് സാപ്ലിങ് കളക്ട് ചെയ്യാൻ നോക്കുന്നു, അത്രേ ഉള്ളൂ. എന്നാൽ നമുക്ക് എന്നാലേ ഇപ്പം നമ്മുടെ കയ്യിൽ 2 സ്റ്റാക്കും 14 സ്പ്രൂസ് ട്രീ ഉണ്ട്. അപ്പം ഞാൻ ഇവിടെ എവിടെയെങ്കിലും താഴേക്ക് കുഴിച്ചിട്ട് ഒരു അയൺ സ്പ്രിന്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ പോസാക്കണം. കാരണം ഞാനിത് ടൈം കിട്ടുമ്പോഴാണ് അപ്ഡേറ്റ് ചെയ്യുക. ഇതൊക്കെ എനിക്ക് കട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് കേട്ടോ, സോറി. ഇപ്പോൾ ഇവിടെ ഒരു ക്രീപ്പർ പൊട്ടിത്തെറിച്ചിട്ടേ ഉള്ളൂ. ഭാഗ്യത്തിന് കൈ ഷീൽഡ് നേരത്തെ ഉണ്ടാക്കി വെച്ചോണ്ട് കുഴപ്പമില്ല. ഞാൻ ഇത് അവിടെ തൊട്ടടിയിൽ തന്നെ അപ്പുറത്ത് വലിയൊരു ഈ ലേക്കായതുകൊണ്ട് അവിടെ ഫുള്ള് വെള്ളമായതുകൊണ്ട് ഞാൻ അടിയിൽ ആ വെള്ളം തട്ടാത്ത ഒരു സ്ഥലത്ത് കുറേ കൊമിസ്റ്റോ ഞാൻ വൈ ചെയ്തു. ഞാൻ വൈലവിൽ 15 വരെ കുളിച്ചു പോകാതായിരുന്നു വിചാരിച്ച്. ഞാൻ കുറേ ബ്രെഡ് ടോർച്ചൊക്കെ ഉണ്ടാക്കി വെച്ച് പോയതായിരുന്നു. അപ്പോഴാണ് ഈ വെള്ളം കട്ടെ. അതുകൊണ്ട് ഞാൻ എന്താക്കി അവിടെ നിന്നൊക്കെ വൈ ചെയ്തു. അപ്പോൾ അത്യാവശ്യം കുറേ ഇട്ട് ഞാൻ 4 സ്റ്റാക്ക് ഉണ്ട്. ഇതുകൂടെ പൊട്ടിക്കാൻ പിക്കാക്സ് എല്ലാം പൊട്ടിപ്പോയി ഒക്കെ. ഇതിനുള്ളിൽ ഞാൻ കുറച്ച് കോബർ സെലക്ട് ചെയ്യാൻ വെച്ചായിരുന്നു. ഇത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പുതിയതായി ആഡ് ചെയ്തതാണെന്ന് തോന്നുന്നു ഈ ഫർണസിൻ്റെ ടേബിള്. അത് ഇൻവെർട്ടറിയിൽ എന്നൊക്കെ സ്മെൽറ്റ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉള്ള സംഭവമാണ്. ഞാനിപ്പോൾ ഓരോ ഇത് പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലേസിങ്ങിൻ്റെ ശബ്ദമുണ്ട്. കുഴപ്പമില്ല. ഞാൻ അവിടെ നിന്ന് വൈ ചെയ്താണെങ്കിൽ
വരുമ്പോൾ ഇതാ നോക്കുമ്പോൾ ഈ ക്രീപ്പർ ഇങ്ങനെ അടുത്ത് അത് പൊട്ടിത്തെറിച്ച് അപ്പോൾ ഷീൽഡിന് ലിമിറ്റ് ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കയ്യിലിപ്പോൾ 30 അയൺ സെലക്ട് 30 കോപ്പർ സെലക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ഞാൻ പിന്നെ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി. എൻ്റെ കയ്യിൽ കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് ഓക്കിൻ്റെ ലോഗോ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെസ്റ്റ് ഉണ്ടാക്കി. ഞാൻ 12 ചെസ്റ്റ് ഉണ്ടാക്കി. എന്നിട്ട് എൻ്റെ ഇൻവെർട്ടറിലുള്ള എല്ലാം ഞാൻ ഇതിനുള്ളിൽ വെച്ചിട്ട് ഞാൻ അങ്ങ് വൈകിന് പോയത്. നമുക്ക് താഴെ വൈ ചെയ്തപ്പോൾ കുറേ കോപ്പർ കിട്ടി, ഒരു അയൺ ഓർ കിട്ടി, പിന്നെ കുറച്ച് കോള് 16 കോള് കിട്ടി. നമുക്ക് വെട്ടിക്കകത്ത് 17 ഇതുണ്ട്, 17 കോബിൾ സ്റ്റോൺ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 സ്റ്റിക്കുണ്ട്. അപ്പോൾ നമുക്ക് 3 പിക്കാക്സ് കൂടെ ഉണ്ടാക്കാൻ പറ്റും. ഞാനെങ്കിൽ ഒരു പിക്കാക്സ് ഒരു ആക്സ് കൂടെ ഉണ്ടാക്കാം, ഒരു സോഡ് കൂടെ ഉണ്ടാക്കാം. സോഡ് ഇപ്പം എൻ്റെ കയ്യിലില്ല. ഇവിടെ ക്രീപ്പറൊക്കെ വരുന്ന സമയത്ത് ഇവിടെ കുറേ ട്രീ വാഴുകയും ചെയ്തു. ഇതൊക്കെ ഞാൻ ക്യാമറ നട്ട ട്രീ ആണ്. ഇതൊക്കെ പെട്ടെന്ന് വളർന്നു. ഇതൊന്നും വളർന്നില്ല. ഇത് കുറേ നേരം ഞാൻ ഇന്നത്തെ എപ്പിസോഡ് വെച്ചതായത്. അപ്പോൾ ഇവിടെ 3 ട്രീ വളർന്നിട്ടുണ്ട്. താഴെ ഇങ്ങനെ ലൈറ്റ് ചെയ്ത് വെച്ചേക്കാം. ഇവിടെ ക്രീപ്പർ സ്പോണാവും. ഇത് ലൈറ്റ് ചെയ്യണ്ട സത്യമല്ല, പക്ഷേ എന്തായാലും ഓക്കെ ലൈറ്റ് ചെയ്തേക്കാം. പറയാൻ പറ്റില്ല, ക്രീപ്പറിൻ്റെ ഒക്കെ കാര്യമാണ്. പോരാത്തതിനാണ് ബെഡ്റോക്ക് കളിക്കുന്നത്. ബെഡ്റോക്കിൻ്റെ കാര്യമായതുകൊണ്ട് പറയാനേ പറ്റില്ല. ഞാനിപ്പോൾ എഴുതിക്കൊണ്ട് വരുന്ന സമയത്ത് ഞാൻ ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ആർക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രീ ഒക്കെ വളരുക. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഫോണിൻ്റെ ചാർജ് തീരുകയാണ്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പോൾ എപ്പിസോഡ് ഇവിടെ വെച്ച് എടുത്തതാണ്. അപ്പോൾ അവർക്ക് ഈ അടുത്ത എപ്പിസോഡ് അല്ല ഞാൻ നോക്കട്ടെ. ഇപ്പോൾ എപ്പിസോഡ് എടുത്തിട്ട് ഇച്ചിരി കൂടെ ഇത് നോക്കാം. അടുത്തത് കുറച്ചും കൂടെ ഉണ്ട്. ഇതുകൂടെ പൊട്ടിച്ച് വെച്ചിട്ട് അപ്പോൾ ഞാനിത് സ്റ്റാർട്ടർ ബൈ സെക്കൻഡ് ഉണ്ടാക്കേണ്ടതാണ്. വുഡും കോബിൾ സ്റ്റോണും എല്ലാം മിക്സ് ചെയ്ത് ഉണ്ടാക്കണോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ഉണ്ടാക്കണോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നോക്കാം. ഇത് പറ്റുവാണെങ്കിൽ ഞാനൊരു ഇതുപോലെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്താ പറയുക, അതിന് ഒരു ഹില്ല് പോലെ ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഞാൻ ഈ ഹില്ലുണ്ടാക്കുന്ന കുറേ ടിപ്പൊക്കെ കണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ. പക്ഷേ അത് നല്ല ഹൈറ്റായി പോകും. 7 ബ്ലോക്ക് വെള്ളയ്ക്ക് ബിൽഡ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് 7 ബ്ലോക്ക് വേണ്ട, 4 ബ്ലോക്ക് വെച്ചിട്ട് പിന്നെ 3 ബ്ലോക്ക് ആയിട്ട് പിന്നെ ഒരു ബ്ലോക്ക് അങ്ങനെയൊക്കെ വെച്ചോ നോക്കട്ടെ. ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കോബിൾ സ്റ്റോൺ എടുത്തിട്ട് ഇപ്പോൾ ഇവിടെ 4 ബ്ലോക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇത് ബെഡ്റോക്കാണ്. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത് ഇങ്ങനെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ചുറ്റും ഇങ്ങനെ. ഇതിപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ. ഇതിപ്പോൾ കോബിൾ സ്റ്റോൺ മാത്രമായിട്ടാണ് നമുക്കൊന്ന് തോന്നാറുള്ളത്. സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ കുഴപ്പമില്ല. ഇത് അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഇത് മെല്ലെ ഇവിടെ ഒരു സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങാം. എനിക്കിപ്പോൾ നല്ലോണം ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ കുറേ ഡീസ്ലേറ്റൊക്കെ ഒപ്പിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കോബിൾ സ്റ്റോൺ മാത്രം വെച്ച് കഴിഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇച്ചിരി ഡാർക്ക് ചെയ്ത് തുടങ്ങണം. നമുക്ക് ടഫൊക്കെ കിട്ടുമോ നോക്കണം. ടഫ് കോബിൾ സ്റ്റോൺ കോബിൾ ഡീസ്ലേറ്റ് കിട്ടുമോ നോക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.